ഹായ് കൂട്ടുകാരെ, ഇവിടെ ഒരാള് ഇന്നലെ ഒരു എന്താ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞതിനാ ഒരു പിസ്സ ഉണ്ടാക്കിയായിരുന്നു ഇന്നലെ, ഹോം മെയ്ഡ് പിസ്സ ഞങ്ങള്. അപ്പോൾ ഇന്ന് ശങ്കുരുക്കുട്ടൻ, ഇന്നലെ ഞാൻ ശങ്കുരുക്കുട്ടൻ ഉണ്ടാക്കി, ഇന്ന് ശങ്കുരുക്കുട്ടൻ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവനാണ് എൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ. ഞാൻ അടുപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ അവനായിരിക്കും. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? ഹോം മെയ്ഡ് പിസ്സ. ഓക്കെ, റെഡി? ഇത് കണ്ടോ, തൊപ്പിയൊക്കെ വെച്ച്, തൊപ്പിയല്ല അതെന്തോ കിരീടം, ഇന്ന് ക്ലാസ്സിലുണ്ടാക്കിയത്, എന്തോ ആക്ടിവിറ്റി അങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, അയ്യോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ശങ്കുരുക്കുട്ടൻ അത് പറയും എന്തൊക്കെയാണ്. ശങ്കുരുക്കുട്ടനല്ലേ ഇത് തയ്യാറാക്കുന്നത്, പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാരറ്റും ക്യാപ്സിക്കവും തക്കാളിയും ഉള്ളിയും കൂടെ നല്ലോണം ചോപ്പ് ചെയ്ത് വെക്കുക. ക്യാരറ്റും സവാളയും ക്യാപ്സിക്കം തക്കാളി എല്ലാം കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചു. പിന്നീട് വേണ്ടത് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് ബ്രെഡിനകത്ത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ വെക്കാം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അവൻ അതിലേക്ക് പറയടാ എന്തോ ഒഴിക്കുന്നതെന്നൊക്കെ. സോസ് ഒഴിച്ചു, ഒരു ബ്രെഡും കൂടെ എടുത്തോ. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നമ്മൾ സോസ് എല്ലാ ബ്രെഡിലോട്ടും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയ വെജിറ്റബിൾ മിക്സ് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കണം. പറഞ്ഞോടാ, ഇപ്പോൾ ഞാൻ പറയാൻ പറയുന്നത്. അപ്പം നമ്മൾ ബ്രെഡിൻ്റെ പുറത്ത് ടൊമാറ്റോ സോസ് തേച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ പച്ചക്കറികൾ ചോപ്പ് ചെയ്തത് വയ്ക്കുവാണ്. ഇതിപ്പോൾ 4 സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ പിന്നീട് നമുക്ക് 4 സെപ്പറേറ്റ് കിട്ടും. നെക്സ്റ്റ്, പക്ഷേ 4 സെപ്പറേറ്റ് കിട്ടേണ്ടാത്തവർക്കാണെങ്കിൽ കുറച്ച് മൈദ എടുത്ത് ആദ്യം ബ്രെഡ് എല്ലാം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് പക്ഷേ ഇപ്പം 4 സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടിക്കുന്നില്ല. കുറച്ച് ചിക്കൻ നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്തത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇട്ടോളൂ. ഇവിടെ വലിയൊരു ഷെഫുണ്ട്. നമുക്കിവിടെ കിച്ചണിൽ സ്ഥലക്കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ചിലപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ പ്ലേസ് കുറവാണ് ഇവിടെ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, ചിക്കൻ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് വി നീഡ് ചീസ്. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ചീസ് ഇടാൻ പോവുകയാണ്. ഒരു മിനിറ്റ് ഇടാം. ചീസ് ഇടാൻ പോവുകയാണ്. ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടോളുക. അത്യാവശ്യം വേണ്ടുന്നവർക്ക് തോനെ ഇടാം, കുറച്ച് മതി കുറച്ചിടുക. ഓക്കെ, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇത് അടുപ്പിൽ വെക്കുന്നത് ഒരു റിസ്ക് ആണ് കൂട്ടുകാരെ. ഓക്കെ, നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ പോവുക. റിസ്ക് ആണ്. ആദ്യം വേണമെങ്കിൽ നമുക്കിതേ ഒരു ഐഡിയ ചെയ്താൽ മതി. ഈ ദോശക്കല്ലിൻ്റെ പുറത്ത് തന്നെ വെച്ച് ഇത് ചെയ്യാമായിരുന്നു. നമ്മളിപ്പോൾ ഒരു ചെറിയ റിസ്കിലാണ്. വെച്ചോ, കല്ല് ചൂടാക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് വെക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഫൈനലി ഞങ്ങൾ റിസ്ക് പൂർത്തിയായിരിക്കുന്നു. വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പം നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അടച്ചു വെക്കുകയാണ്.
നമ്മളിപ്പോൾ ഒരു ഇഡലി പാത്രത്തിന് അടപ്പ് വെച്ചാണ് അടച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സ്പേസ് ഉണ്ടെങ്കിലേ പറ്റും. അകത്തേക്ക് അല്ലെങ്കിൽ തട്ടി ചീത്തയപ്പം. വളരെ തീ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് റെഡി ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് എടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, നമുക്ക് ഇപ്പോൾ ഓവനൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ. നമുക്ക് ഓവൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓവൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടോളൂ. തീ വളരെ കുറച്ച് വേണം കേട്ടോ. അടുപ്പിലാണെങ്കിലേ വളരെ കുറച്ച് വേണം. പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആ പാൻ കണ്ടല്ലേ, ഇതാ ഈ പാൻ താണ്ട ഞാൻ നോക്കിക്കേ, കണ്ടോ? വളരെ തീ കുറച്ചിട്ടോണം. ഓക്കെ, കഴിക്കാം. ശങ്കുരുക്കുട്ടൻ കഴിച്ച അഭിപ്രായം പറയണേ. അപ്പോൾ ശങ്കുരുക്കുട്ടൻ കഴിക്കുവാണ്. സ്വന്തമായി ഉണ്ടാക്കി സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ്. പറഞ്ഞോളൂ, ഇത് കഴിക്കുമോ പറയുമോ? പറയണ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ബാക്കിയുള്ള ഇതൊക്കെ കഴിച്ച് തീർക്കട്ടെ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.